ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। शुभ याद है। मुरली डेट 6/5/20। मीठे बच्चे, अपने आप को देखो, मैं फूल बना हूँ. മധുരമായ കുട്ടികളെ, അവനവനെ നോക്കുക, ഞാൻ പുഷ്പമായിട്ടുണ്ടോ? देह अहंकार में आकर कांटा तो नहीं बनता हूँ. ദേഹാഭിമാനത്തിൽ വന്ന് മുള്ളായിട്ടില്ലല്ലോ. बाप आया है तुम्हें कांटों से फूल बनाने. ബാബ വന്നിരിക്കുന്നത് നിങ്ങളെ മുള്ളുകളിൽ നിന്ന് പുഷ്പമാക്കാൻ. മധുരമായ കുട്ടികളെ, അവനവനെ നോക്കണം, ഞാൻ പുഷ്പമായിട്ടുണ്ടോ? ദേഹ അഹങ്കാരത്തിൽ വന്ന് മുള്ളായിട്ടില്ലല്ലോ. ബാബ വന്നിരിക്കുന്നത് നിങ്ങളെ മുള്ളുകളെ പുഷ്പമാക്കാൻ. प्रश्न, किस निश्चय के आधार पर बाप से अटूट प्यार रह सकते हैं? ചോദ്യം, ഏത് നിശ്ചയത്തിൻ്റെ ആധാരത്തിലൂടെ ബാബയുടെ മുറിയാത്ത സ്നേഹമുണ്ടാകാൻ സാധിക്കും? ഏത് നിശ്ചയത്തിൻ്റെ ആധാരത്തിലൂടെ ബാബയുടെ മുറിയാത്ത സ്നേഹം ഉണ്ടാവാൻ സാധിക്കും? അതായത് നിരന്തരമായി ബാബയുടെ ഓർമ്മ ഉണ്ടാവാൻ സാധിക്കും. ഏത് നിശ്ചയത്തിൻ്റെ ആധാരത്തിലൂടെയാണ്? നിശ്ചയം ഒരിക്കലും മുറിയില്ല. പിന്നെയോ? श्रीमत दे रहा निश्चय उണ്ടെങ്കിലേ अटूट प्यार रहेगा. और അച്ഛൻ, ടീച്ചർ, സദ്ഗുരു ആണെന്ന് നിശ്ചയം വേണം. ഈ ആധാരത്തിലൂടെ നമുക്ക് ബാബയുടെ നിരന്തര യോഗ ഉണ്ടാവും. ശക്തികളെ, ഗുണങ്ങളെ നിറയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു നിശ്ചയം വേണം. 21 ജന്മത്തേക്ക് ബാബ സമ്പത്ത് തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പാവങ്ങളെ ധനികരാക്കാൻ വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത്. വിശ്വത്തിൻ്റെ അധികാരിയാക്കാൻ വേണ്ടിയാണ് ബാബ വന്നത്. പാവനമാക്കാനാണ് ബാബ വന്നിരിക്കുന്നത്. നരകത്തെ സ്വർഗാക്കാൻ എന്ന നിശ്ചയം വേണം. ബാബ നമ്മുടെ അച്ഛനാണ് എന്ന നിശ്ചയം വേണം. നിരന്തര ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കണം. അച്ഛ ഉത്തരം,
पहले अपने को आत्मा निश्चय करो तो बाप से प्यार रहेगा. ഉത്തരം ആദ്യ സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കുക. അപ്പോൾ ബാബയുടെ സ്നേഹമുണ്ടാകും. ये भी अटूट निश्चय चाहिए कि निराकार बाप इस भगीरथ पर विराजमान है. ഈ മുറിയാത്ത നിശ്ചയ വേണം. നിരാകാരിയായ ബാബ ഈ ഭഗീരഥത്തിലാണ് വിരാജമാനായിരിക്കുന്നത്. वो हमें इनके द्वारा पढ़ा रहे हैं. അവർ ഞങ്ങളെ ഇവരിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. जब ये निश्चय टूटता है तो प्यार कम हो जाता है. എപ്പോഴാണോ ഈ നിശ്ചയം മുറിയുന്നത് അപ്പോൾ സ്നേഹം കുറയും. അതുകൊണ്ട് ഏത് നിശ്ചയത്തിൻ്റെ ആധാരത്തിലൂടെയാണ് ഞങ്ങൾക്ക് ബാബയുടെ കുറയാത്ത സ്നേഹം ഉണ്ടാവുക? ആദ്യം സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കണം. അപ്പോൾ ബാബയിൽ നമുക്ക് സ്നേഹം ഉണ്ടാവും. ഇതുകൂടി നമുക്ക് മുറിയാത്ത നിശ്ചയം വേണോ? നിരാകാരിയായ ബാബ ഈ ഭഗീരഥത്തിലാണ് വിരാജമാനായിരിക്കുന്നത്. ഇവരിലൂടെയാണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഈ നിശ്ചയം എപ്പോഴാണോ നമുക്ക് മുറിയുന്നത് അപ്പോൾ സ്നേഹവും കുറയും. ओम शांति. कांटे से फूल बनाने वाले भगवान वाच अथवा ഭഗവാൻ ഭഗവാൻ വാച്ച്. മുള്ളുകളെ പുഷ്പമാക്കുന്ന ഭഗവാൻ വാച്ച്, അതായത് ഭഗവാനുടെ മഹാവാക്യം. ഭഗവാൻ ആരാ? മുള്ളിനെ പുഷ്പമാക്കുന്ന തോട്ടത്തിൻ്റെ ഉടമ ഭഗവാൻ. बच्चे जानते कि हम यहाँ कांटे से फूल बनने के लिए आए. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്കറിയാം ഞങ്ങൾ ഇവിടെ എന്തിനാ വരുന്നത്? മുള്ളുകളിൽ നിന്ന് പുഷ്പമാകാൻ. ഹരേക്ക് സമസ്തേ പെഹലെ ഹം കാട്ടേത്തെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇവിടേക്ക് വരണ മുന്നേ എങ്ങനെയായിരുന്നു? ഒക്കെ മുള്ളുകളായിരുന്നു. അഫൂൽ ബൻ റഹേ. ഇപ്പം ഞങ്ങൾ പുഷ്പങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ബാബാക്ക് महिमा तो बहुत करते, पतित पावना वो किवैया भी हैं, ഭഗവാൻ भी हैं, പാപ് കട്ടേശ്വർ भी हैं. എല്ലാവരും ബാബയുടെ മഹിമയൊക്കെ പാടും, പതീത പാവനൻ വരൂ എന്ന്. അതുകൊണ്ട് ശിവബാബ നമുക്ക് ആരൊക്കെയാണ്? വഞ്ചിക്കാരനാണ്, ഭാഗവാനാണ്, പാപകട്ടേശ്വരനാണ്. തോട്ടത്തിൻ്റെ ഉടമയായി വഞ്ചിക്കാരനുമായി പാപകട്ടേശ്വരനുമാണ്. ബഹുത് ഹി നാം കഹത്തെ പരന്തു ചിത്ര സബ് ജഗ ഏക് ഹി ഹെ. കുറേ പേരൊക്കെ ഉണ്ട്, പക്ഷെ എവിടെ പോയാലും ചിത്രം ഒരുപോലെയാണ്. അതായത് ശിവലിംഗ വയ്ക്കും. अच्छा, तो उनकी महिमा भी गाते हैं. ज्ञान का सागर, सुख का सागर. അതുകൊണ്ട് ശിവബാബയുടെ മഹിമ എന്തൊക്കെയാണ്? ജ്ഞാനസാഗരനാണ്, സുഖസാഗരനാണ്, സ്നേഹസാഗരനാണ്, ശാന്തി സാഗരനാണ്. ഇതൊക്കെ ശിവബാബയുടെ മഹിമയാണ്. അബി തും ജാനത്തെ ഹോ ഹം ഉസ് ഏക് ബാബ് കെ പാസ് ബൈട്ടെ. അതുകൊണ്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കി ഞങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? ആ ഒരു ബാബയെടുത്താണ് ഇരിക്കുക. കാണ്ടെ രൂപി മനുഷ്യസെ അബി ഹം ഫൂൽ രൂപി ദേവത ബന്നയായേ. ഞങ്ങളിവിടേക്ക് എന്തിനാണ് വരുന്നത്? മുള്ളുകളെ പോലെ ആയിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് പുഷ്പം പോലെ ആകാൻ, അതായത് ദേവതയാകാൻ വേണ്ടിയാണ് വന്നത്. ഏം ഒബ്ജക്റ്റ് ഹെ. നമ്മുടെ ലക്ഷ്യം ഏതാ? ഇതാണ്. ഏതാ നമ്മുടെ ലക്ഷ്യം? മുള്ളിന് പുഷ്പമാവാം, അല്ലെങ്കിൽ മനുഷ്യരിന് ദേവതയാവാം. अब हर एक को अपने दिल में देखना है. അപ്പം നമ്മളെല്ലാവരും അവനവൻ്റെ മനസ്സിനെ നോക്കാൻ. എന്താ നോക്കാൻ? പിന്നെന്താ നോക്കണം? ദൈവീ ഗുൺ ഹേ. ദൈവീ ഗുണം ഉണ്ടോ? മൈ സമ്പൂർണ്ണ സമ്പന്ന ഹോ. ഞാൻ സമ്പൂർണ്ണ സമ്പന്നാണോ?
ആകെ तो देवताओं की महिमा गाते थे अपने को कांटा समझते थे പണ്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ദേവതകളാണ് അവരുടെ മഹിമ പാടുന്നുണ്ടായിരുന്നു സ്വയം മുള്ളാണ് എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു ഹം നിർഗുണ ഹാരേമേ കോയി ഗുണ നാഹി അതുകൊണ്ട് അവരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക ഞാൻ പക്ഷേ എന്താ കാരണം അടുത്ത ദേഹാഭിമാനാണ് വാവരൻ अपने को आत्मा समझो तो बाप के साथ भी बहुत प्यार रहे സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം എപ്പോഴോ ബാബയുടെ നമുക്ക് വളരെയധികം സ്നേഹം ഉണ്ടാവും അഭി തും ജാനത്തെ ഹോ നിരാകാർ ബാപ്പ് ഇസ് രത്ത് പർ വിരാജ്മാൻ ഹെ അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം ശിവബാബ ഈ രഥം ബ്രഹ്മാബാബയുടെ ശരീരത്തിൽ വിരാജ്മാനായിരിക്കുകയാണ് യേ നിശ്ചയ കർത്തേ കർത്തേ ബി ഫിർ ഈ നിശ്ചയമൊക്കെ ഉണ്ട് ശിവബാബ ബ്രഹ്മാബാബയുടെ ശരീരത്തിൽ വന്നിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക നമ്മളെ മനുഷ്യരെ ദേവതയാക്കുക മുള്ളിന് പുഷ്പമാക്കുക എന്നൊക്കെ നിശ്ചയമുണ്ട് फिर क्या होता है फिर निश्चय टूट पड़ता है ഇതൊക്കെ നിശ്ചയം വന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആ നിശ്ചയം ഇല്ലാതെയാവും തും കെഹത്തെ ബി ഹോ ഹം ആയേ ഹേ ശിവ ബാബ കെ പാസ് നമ്മളെന്താ പറയുക ബാബയോട് ബാബ ഞാൻ ശിവബാബ അടുത്താണ് വന്നിരിക്കുന്നത് जो इस भगीरथ प्रजापिता ब्रह्मा के तन में है हम सभी आत्माओं का बाप ये एक शिव बाबा है ഞങ്ങൾ ഈ ഭഗീരഥ പ്രജാപിത ബ്രഹ്മാവിൻ്റെ ശരീരത്തിലാണ് ശിവബാബ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാ ആത്മാക്കളുടെ ഒരു അച്ഛനാണ് ശിവബാബ ഓ ഇസ് രത്മേ വിരാജ്മാൻ ഹെ ये बिल्कुल पक्का निश्चय चाहिए നമുക്ക് പക്കാ നിശ്ചയം വേണം എന്താ പക്കാ നിശ്ചയം വേണ്ടേ നിരാകാരിയായ ഭഗവാൻ ഈ ഭഗീരഥത്തിൻ്റെ ശരീരത്തിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഞങ്ങളെല്ലാ ആത്മാക്കൾക്കും ഒരച്ഛനെയുള്ള ശിവബാബ ഈ രഥത്തിലാണ് ശിവബാബ വിരാജ്മാനായിരിക്കുന്നത് ഇത് നമുക്ക് പക്കാ നിശ്ചയം വേണം ഇസ്മേ ബി മായ സംശയ ലാത്തേ ഇതിലാണ് മായ സംശയം ഉണ്ടാക്കും कन्या पति के साथ शादी करते समझते हैं इनसे बहुत सुख मिलता है അല്ലേ കന്യ അച്ഛൻ വിവാഹം കഴിച്ച് കൊടുക്കും പക്ഷെ അവർ വിചാരിക്കുന്നത് എന്താ കല്യാണം കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും പരന്തു സുഖ ക്യാ മിൽത്താ ഹെ പക്ഷെ എന്താ സുഖം കിട്ടുക ഫഡ് സേ ജാക്കർ അപവിത്ര ബനത്തെ എന്താ സുഖം കിട്ടുന്നത് കല്യാണം കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഒരുപാട് സുഖം ഉണ്ടാവുന്ന ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കും പിന്നെ എന്താ അവർക്ക് കിട്ടുന്നത് പോയ ഉടനെ അപവിത്രരാവും കുമാരി ഹേ തോ മാ ബാപ്പ് ആദി സബ് മാതാ ടേക്തേ ഹെ കുമാരി ആയിരിക്കുമ്പോൾ അച്ഛനമ്മ എല്ലാവരും ആ കന്യയുടെ മുന്നിൽ പോയിട്ട് തലകുനിക്കും ക്യൂങ്കി പവിത്ര ഹെ എന്താ കാരണം ആ കന്യ പവിത്രാണ് അപവിത്ര ബനി അവർ സബ്ക്ക് ആകെ മാതാ ടേക്ന ശുരു കർ ദേത്തെ അപവിത്ര ആയാലോ ആ കന്യ പോയിട്ട് വേണോ അതായത് മാത്തയായാൽ എല്ലാവരുടെ മുന്നിൽ പോയിട്ട് തലകുലിക്കണം तो पहले माथा टेकना शुरू कर देते हैं आज सब उनको माथा टेकते कल खुद माथा टेकना पड़ेगा ഇന്ന് ആ കന്യയുടെ മുന്നിൽ പോയിട്ടാണ് എല്ലാവരും തലകുനിക്കുക നാളെ എല്ലാവരും എപ്പോഴും അപവിത്രാവുന്നോ അവൾ എല്ലാവരും മുന്നിൽ പോയിട്ട് തലകുനിക്കും अब तुम बच्चे संगम पर पुरुषोत्तम बन रहे हो ഇപ്പോൾ ഞങ്ങൾ സംഗമയുഗത്തിൽ പുരുഷോത്തമരായിക്കൊണ്ടിരിക്കുകയാണ് कल कहाँ होगे नाले एवड़े वो आज ये गरगाट क्या है कितना गंदा लगा हुआ है നാളെ നമ്മൾ എവിടേക്ക് പോകും ഇന്ന് നമ്മൾ എവിടെയുള്ളത് നാളെ എവിടേക്ക് പോകും അപ്പോൾ ബാബ പറഞ്ഞത് ആജ് ഏ ഗർഗാട്ട് ക്യാ ഹെ ഇവിടെയുള്ള ഈ കുടുംബ ഈ ഗൃഹസ്ഥ എന്താണെന്നാണ് ബാബ ചോദിക്കുന്നത് കിത്തന ഗന്ദ ലഗാ ഹുവാ ഹെ ഇവിടെ എത്ര മോശമായ ലോക്കാണ് ഇസ്കോ കഹാ ജാതാ ഹെ ഇത് മോശമായിരിക്കുന്ന ലോക അതുകൊണ്ട് ഇതിനെന്താ പറയുക ഖണ്ടോങ്ക ജംഗൽ അവർ റൗറവ് നരക വൈശ്യാലയ ഇതിൻ്റെ പേരാണ് വൈശ്യാലയം സബ് വിഷസേഹി ഫൈദാവത്തെ ഹെ ഇവിടെ എല്ലാവരും വിഷത്തിനാണ് ജനിക്കുക തും ഹി ശിവാലയമേത്തെ ആജ് സെ 5000 വർഷ പെഹ്ലെ ബഹുത്ത് സുഖീത്തെ അപ്പം നമ്മളൊക്കെ ശിവാലയത്തിലായിരുന്നു 5000 വർഷത്തിൻ്റെ മുന്നേ ഞങ്ങളൊക്കെ വളരെ സുഖികളായിരുന്നു ദുഃഖ നാം സുഖികളായിരുന്നു പവിത്രായിരുന്നു
ശിവാലയത്തിലായിരുന്നു. അവിടെ ദുഃഖത്തിൻ്റെ പേരും അടയാളം ഇല്ലായിരുന്നു. അവിടേക്ക് പോകാൻ വേണ്ടിയാണ് ഇതിൻ്റെ പേരാണ് ശിവാലയം. शिव बाबा ने स्वर्ग की स्थापना की. बाबा तो सभी को कहते हैं, परंतु पूछो फादर कहाँ है? എല്ലാവരും എന്താ പറയുക? അച്ഛൻ എവിടെ ഉള്ളത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എല്ലാത്തിലും ഉണ്ടെന്ന് പറയും. അപ്പോൾ ബാബ വരുന്നത് തോ കിത്തന ഫർക്ക് ഹുവ, ഇതിൽ എത്ര വ്യത്യാസമായി. ബാബ कहते तुम पुरुषोत्तम थे फिर चढ़ाई പോയി. നരകവാസി ബനേ ഹോ ഇസ്ലിയെ സബ് ഗാത്തെ ഹെ. എല്ലാവരും നരകവാസികളെ, അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക? ബാബ വന്നിരിക്കുന്നത് പാവനമാക്കാൻ. എന്നിട്ട് ബാബ നമ്മളോട് എന്താ പറയും? ബാബ വന്നുണ്ട് ഇവിടെ, എന്നെ ഓർമ്മിക്കും, മുझे याद कर और ആത്മാവെന്നു വിചാരിക്കാം. പിന്നെയാ ഞാൻ വന്നു, നിങ്ങൾ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. അപ്പോൾ ഇപ്പോൾ ബാബ നമ്മളോട് എന്താ പറയുക? ഏ അന്തിമ ജലം വിഷ് പീന ചോടും. ഇത് നമ്മുടെ അവസാനത്തെ ജന്മം. ഈ അവസാന ജന്മത്തിൽ വിഷ കഴിക്കുന്നത് ഉപേക്ഷിക്കണം. അവർക്ക് മനസ്സിലാവില്ല. അതെ, കാരണം അതിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതായാലും മദ്യം അങ്ങനെയാണല്ലോ, ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ 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 ഏതായാലും ഏത് ലഹരിയായാലും അങ്ങനെ തന്നെയാണ്. അതേപോലെ ഈ വികാരം അങ്ങനെ തന്നെയാണ്. സബി ആത്മാओं का बाप अब कहते पवित्र बनो. ഇപ്പോൾ ബാബ വന്ന് ഞങ്ങളോട് പറയാണ്, എല്ലാ ആത്മാക്കളോട് ബാബ പറയും നിങ്ങളിപ്പോൾ പവിത്രരാകണം. സബ് कहते भी है बाबा पहले आत्मा को वो बाबा याद आता है. ഇപ്പം നമ്മളൊക്കെ എന്ത് പറയും? ബാബ ആദ്യം ഏത് ബാബയുടെ ഓർമ്മ വരാ? ശരീരത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മ വരും. ഫിർ ഏ ബാബ ഹെ, പിന്നെ അല്ലേ ഈ അച്ഛൻ. നിരാകാരമേ ഓ ബാബ ഹെ, സാകാരമേ ഫിർ ഏ ബാബ ഹെ. നിരാകാരത്തിൽ ശിവ ബാബ, साकारतल ब्रह्मा बाबा. सुप्रीम आत्मा इन पतित आत्माओं को बैठ समझाते हैं, तुम भी पहले पवित्र थे, बाप के साथ में रहते थे, फिर यहाँ आए हो पार्ट बजान. ഇപ്പോൾ ശിവബാബ ഞങ്ങൾ ആത്മാക്കളോട്, സുപ്രീം ആത്മാവെന്ന് ആത്മാക്കളോട് സംസാരിക്കുന്നു. നിങ്ങളൊക്കെ ആദ്യം പവിത്രായിരുന്നു, ബാബയ്ക്ക് ഒപ്പമായിരുന്നു, പരന്ധാമത്തിൽ ബാബയുടെ കൂടെ ആയിരുന്നു. പിന്നെ ഇവിടേക്ക് ഞങ്ങൾ എന്തിനു വന്നു? പാർട്ട് അഭിനയിക്കാൻ വേണ്ടി ഇവിടേക്ക് വനേവാലിഹേ. ഇപ്പം ഞങ്ങൾ സത്യയുഗ പുതിയ ലോകത്തിലേക്ക് പോകുന്നവരാണ്. തുമ്ഹാരി ആശാബി ഹെന, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട് അല്ല? എന്താ ആഗ്രഹമുള്ള? അവളൊക്കെ ഭക്തി മാർഗത്തിലുള്ളപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? കൃഷ്ണനെ പോലെ ഒരു കുട്ടി ഉണ്ടാവണമെന്ന്. പക്ഷെ ഇപ്പോൾ ബാബ വന്നിരിക്കുന്ന നമ്മളെ അങ്ങനെ ആക്കാൻ. വഹാ ബച്ചെ ഹോത്തേ ഹി കൃഷ്ണ ജൈസ്. സത്യയുഗത്തിൽ എല്ലാ കുട്ടികളും എങ്ങനെ ഉണ്ടാവും? കൃഷ്ണനെ പോലെ ഉണ്ടാവും. ഞങ്ങൾ കൃഷ്ണപുരിയിലേക്ക് പോകും. അതായത് പറഞ്ഞു ഞങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ അധികാരികളായി മാറും. ഫൂൽ ബനാഹു, ഞാൻ പുഷ്പമായിട്ടുണ്ടോ. കഹാ ദേഹ് അഹങ്കാർ മേ ആക്കർ കാണ്ടാ തോ നഹി ബനതാ ഹും. ഞാൻ ദേഹ അഹങ്കാരത്തിൽ വന്ന് മുള്ളാവില്ലല്ലോ. മനുഷ്യ അപ്പനേക്കോ ആത്മാ സമझने पहले देह समझते थे. ഈ മനുഷ്യരാദ്യ ആത്മാവാണ്, നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആത്മാവാണെന്ന് മനസ്സിലാവുന്നവരെ നമ്മളൊക്കെ എന്താ വിചാരിച്ചേ? ശരീരമാണ് എന്ന്. ആത്മാക്കോ ബോൽനെ സെ ബാപ്പ് കോ ബി ഭൂൽ ഗയി. ആത്മാവിനെ മറന്നുപോയി, അതുകൊണ്ട് അച്ഛനെയും മറന്നുപോയി. ബാപ്പുക്കോ ബാപ്പ് ദ്വാരാ ഹി ജാന്നെ സെ ബാപ്പ് കാ വർഷ മിൽത്ത. ഇപ്പം നമുക്ക് എങ്ങനെ മനസ്സിലായി? ബാബ തന്നെ നമുക്ക് പരിചയം തന്നെ, ബാബയിലൂടെ തന്നെയാണ് നമുക്ക് പരിചയം കിട്ടിയത്. അതുകൊണ്ട് ബാബയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സ്വത്ത് കിട്ടും. ബേഹദ് കെ ബാപ് സെ വർഷാത്തോ സബീക്കോ മിൽത്താ ഹെ. പരിധിയില്ലാത്ത ബാബയുടെ ഈ സ്വത്ത് എല്ലാവർക്കും കിട്ടും. ഏക് ബി നഹി രഹത്താ ജിസ്കോ വർഷ നാ മിലെ. ഒരാളും ഉണ്ടാവില്ല അത്ര, ബാക്കി എല്ലാവർക്കും സ്വത്ത് കിട്ടുമെന്നാണ് പറയുന്നത്. അതേത് സ്വത്താ? എല്ലാവർക്കും സ്വത്ത് കിട്ടും. ബാബ വരുന്നത് എല്ലാവരുടെ മക്കളാണ്, എല്ലാവർക്കും സ്വത്ത് കിട്ടും. അപ്പോൾ പുരുഷാർത്ഥം ചെയ്താലോ ചെയ്തില്ലെങ്കിൽ എന്ത് കിട്ടും? സ്വത്ത് കിട്ടും. ഏത് സ്വത്താ കിട്ടുക? अच्छा, एक भी नहीं रहते जिसको वर्षा ना मिले. बाबा ही आकर सबको पावन बनाते हैं ना, निर्वाणदा में ले जाते हैं. ഏതാ സ്വത്ത് കിട്ടുന്നത്? മുക്തി എല്ലാവർക്കും കിട്ടും. കാരണം ബാബ തന്നെ വന്ന് എല്ലാവരെയും പാവനാക്കി എവിടെയാണ്? ബ്രഹ്മമേ ലീൻ ഹോ ജായേഗ. ബ്രഹ്മത്തോ തത്വത്തിൽ ലയിക്കും എന്നാ പറയാം. ഞാൻ കുച്ച് ഭി നഹി തും ജാനത്തെ ഹോ ഹം കിസ്കെ പാസ് ആയേ.
അവർക്ക് ജ്ഞാനമില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കി ഞങ്ങൾ ആരടുത്താണ് വന്നിരിക്കുന്നത്. ഏക്കോയി മനുഷ്യോങ്ക സത്സംഗ് നഹി ഹെ. ഇത് മനുഷ്യരുടെ സത്സംഗമല്ല. ആത്മായെ പരമാത്മാസെ അലഗ് ഹുയേ ഹെ, അബ് ഉൻക സംഗമില്ല. അപ്പോൾ ഞങ്ങൾ ആത്മാക്കൾ പരമാത്മാവിന് വേർപെട്ട കുറേ കാലങ്ങളായി. എത്ര കാലമായി? 5000 വർഷമായി. ഇപ്പോൾ വീണ്ടും ബാബ എടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്നു. सच्चा सच्चा ए सत्य का संग 5000 वर्ष में एक ही बार होता है. ഇത് ശരിക്കും പറയുന്നത് സത്യസത്യമായിരിക്കുന്ന സത്യസംഘാണ്. ഇത് നമുക്ക് കൽപ്പത്തിൽ ഒരു പ്രാവശ്യം, 5000 വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്കത് കിട്ടുള്ളൂ. സത്യയുഗ ത്രേതായുഗമേത്തോ സത്സംഗ് ഹോത്താഹിനൈ. സത്യയുഗ ത്രേതായുഗത്തിൽ സത്സംഗം ഉണ്ടാവും, അവിടെ സത്സംഗം ഉണ്ടാവില്ല. ബാക്കി ഭക്തി മേത്തോ അനേക ഡേർ കെ ഡേർ സത്സംഗ്. ഭക്തിയിലോ ഇന്ന് ഒരുപാട് സത്സംഗങ്ങളുണ്ട്. അബ് വാസ്തവമേ സത്വത്തോ ഏക് ഹി ബാബ. വാസ്തവത്തിൽ സത്യമായിരിക്കുന്നത് ആകെ ഒരു ബാബ മാത്രമാണ്. അബി തും ഉൻകെ സംഘമേ അയേഹോ. ഇപ്പം ഞങ്ങൾ ആ സത്യമായിരിക്കുന്ന അച്ഛൻ്റെ സംഘത്തിലാണ് ഇരിക്കുക. ഏ ബി സ്മൃതി രഹേ കി ഹം. ഇതും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. എന്താ ഓർമ്മയുണ്ടായിരിക്കണം? ഹം കൗനെ ആത്മനിശ്ചയം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ബാബ പോവാണ്. ഹം ഗോഡ്ലി സ്റ്റുഡൻറ്റ് ഹെ. നമ്മളൊക്കെ ആരാ? ഗോഡ്ലി ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. ഭഗവാൻ ഹംകോ പഠാത്തേ ഹെ. ഏ തോ ആഹോ സൗഭാഗ്യന. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ബാബയുടെ ആഹോ സൗഭാഗ്യമാണ്. ഹമാരാ ബാബ യഹാ ഹെ. ഓ ബാപ്പ് ടീച്ചർ ഗുരു ഫിർ ബി ഗുരു ബനത്തെ ഹെ. നമുക്ക് ശിവബാബ ഇവിടെ ഉണ്ട്. ശിവബാബ നമ്മുടെ അച്ഛനുമാണ്, ഗുരുവാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവാണ്. തീനോ ഹി പാർട്ട് അഭി ബജാറായി. ശിവബാബ അച്ഛനായി, ടീച്ചറായി, സദ്ഗുരുവായി. 3 പാർട്ട് ഇപ്പോഴാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ബച്ചോങ്കോ അപ്പുന ബനാത്തേ ഹെ. ബാബ വന്ന് ഇവിടെ നമുക്ക് 3 രൂപത്തിൽ അച്ഛനായി നമുക്ക് സമ്പത്ത് തരും, ടീച്ചറായി പഠിപ്പിക്കും, സദ്ഗുരുവായി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് ആ പാർട്ട് ബാബ 3 പാർട്ട് ഇവിടെയാണ് ബാബ പാർട്ട് അഭിനയിക്കുന്നത്. അപ്പുന ബച്ചാബി ബനാത്തേ. നമ്മളെ ബാബ സ്വന്തം കുട്ടിയാക്കും. ക്യാ കെഹത്തെ യാദ് സേ ഹി വികർ വിനാശോങ്കേന. ഇപ്പോൾ ബാബ നമ്മളോട് എന്താ പറയുക? കുട്ടികളെ നിങ്ങൾ ഓർമ്മിച്ചാലേ വികർമ്മ വിനാശാവുള്ളൂ. ബാപ്കോ യാദ് കർണേ സേ ഹി പാപ് കട്ടെ ഹെ. ഫിർ തുംകോ ലൈറ്റ് ക താജ് മിൽ ജായേഗ. ബാബയെ ഓർമ്മിച്ചാൽ നിങ്ങളെ പാപ്പൊക്കെ ഇല്ലാതെയോ, പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ കിരീടം കിട്ടും. എ ബി ഏക് നിഷാനി ഹെന. ഇതൊരു അടയാളാണ്. ഏതാ? ലൈറ്റിൻ്റെ കിരീടം അല്ലേ? ഡബിൾ കിരീടധാരിയെന്ന് ബാബ വരുന്നത്. അതിൽ ഒരു കിരീടം ഏതിൻ്റെ അടയാള? പവിത്രതയുടെ ലൈറ്റിൻ്റെ കിരീടം. ബാക്കി ഐസെ നഹി കി ലൈറ്റ് ദേഖ്നേമേ ആത്തി ഹെ. അത് പറഞ്ഞിട്ട് അവിടെ ആ ലൈറ്റ് അങ്ങനെ കാണും, അതൊന്നുമില്ല എന്നാണ് പറയുന്നത്. ലൈറ്റിൻ്റെ കിരീടം കിട്ടും. ये पवित्रता की निशानी है. ये नॉलेज और कोई को मिल ना सके. ഇത് പവിത്രതയുടെ അടയാളാണ്. ഈ ജ്ഞാനം വേറെ ആർക്കും കിട്ടാനും സാധ്യമല്ല. ദേനേവാല ഏകി ബാപ്പേന. വേറെ എവിടെയും ഈ ജ്ഞാനം കിട്ടില്ല, ആർക്കും കിട്ടില്ല. എന്താ കാരണം? ഈ ജ്ഞാനം നമുക്ക് ഒരു ബാബയാണ് തരുന്നത്. ഉൻസെ ഉസ്മേ ഫുൾ നോളേജ് ഹെ. എന്താ കാരണം? ശിവബാബയിൽ പൂർണ്ണ ജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് നോളേജ് ഫുൾ എന്ന് പറയാൻ കാരണം. ജ്ഞാനസാഗരനാണ്. ബാബ കഹത്തെ മൈ മനുഷ്യ സൃഷ്ടി ക ബീജരൂപ് ഹോ. ഞാൻ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ബീജരൂപി. ബാബ നേരത്തെ പറഞ്ഞു ഞാൻ പതീത പാവനാണ്, ക്യുവയ്യ ഞാൻ വഞ്ചിക്കാരനാണ്, ഭഗവാനാണ്, പാപകട്ടേശ്വരനാണ്. ഇപ്പോൾ ബാബ പറയുന്നത് ഞാൻ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ബീജരൂപിയാണ്. ഏ ഉൾട്ട ജാഡ് ഹെ. അതുകൊണ്ട് ഈ വൃക്ഷം തലക്കീഴായിരിക്കുന്ന വൃക്ഷമാണ്. ഏ കൽപ്പവൃക്ഷ ബി ഹെ. അപ്പോൾ അതിൻ്റെ പേരെന്താ? കൽപ്പവൃക്ഷം. പെഹലെ ദൈവീ ഫൂലോങ്കോ ജാടത്ത അബി. അപ്പോൾ ആദ്യ വൃക്ഷം എന്തായിരുന്നു? ദൈവീ പൂക്കളുടെ വൃക്ഷം ആയിരുന്നു. അബി കാൺടോങ്ക ജംഗൽ ബൻ ഗൈ. ക്യോ? ഇപ്പോൾ ഇത് മുള്ളിൻ്റെ കാടായി. എന്താ കാരണം? ക്യോങ്കി 5 വികാർ ആകെ. ഈ ദ്വാപരയുഗത്തിൽ 6 വന്നു? 5 വികാരങ്ങൾ വന്നു. അതുകൊണ്ട് എന്തായത്? മുള്ളിൻ്റെ വൃക്ഷമായി.
പെഹല മുഖ്യ ഹെ, അതിൽ ആദ്യം വരുന്ന ആളാരാ? ആദ്യം വരുന്ന ആൾ 5 വികാരങ്ങൾ വന്നു. കാമവികാരം, പിന്നെയോ ദേഹ് അഭിമാൻ, ഇതാണ് ലീഡർ അല്ലേ? ദേഹാഭിമാനാണ് ലീഡർ. ദേഹാഭിമാനം വന്നു കഴിഞ്ഞാൽ എല്ലാ വികാരങ്ങളും വരും. അതുകൊണ്ട് പറഞ്ഞ ആദ്യം വരുന്നത് ദേഹാഭിമാനം. വഹ ദേഹാഭിമാൻ നഹി രഹത്ത, സത്യത്തിൽ ദേഹാഭിമാനം ഇല്ല. ഇത്തന സമസ്തേ ഹേ ഹം ആത്മാ ഹേ ബാക്കി പരമാത്മ ബാപ് കോ ജാനത്തെ. സത്യത്തിൽ നമുക്ക് ഈ ജ്ഞാനമുണ്ട്. ഏത് ജ്ഞാനം? ആത്മാവിൻ്റെ ജ്ഞാനമുണ്ട്. ഞാൻ ആത്മാവാണ് എന്ന ജ്ഞാനം അവിടെയുണ്ട്. പിന്നെ ഏത് ജ്ഞാനം ഇല്ല? പരമാത്മാവിൻ്റെ ജ്ഞാനം അവിടെ ഇല്ല. ഹം ആത്മാ ഹേ ബസ്, ദൂസറി കൊയ് നോളേജ് നഹി ഹെ. ഞാൻ ആത്മാവാണ് എന്ന ജ്ഞാനം അവിടെയുണ്ട്, വേറെ ജ്ഞാനം അവിടെ ഉണ്ടാവില്ല. ഇത്തന സമസ്തേ ഹേ ഹം ആത്മാ ഹെ, അവിടെ എല്ലാവരും എന്താ മനസ്സിലാക്കുക? ഞാൻ ആത്മാവാണ്. അച്ഛാ, सर्प का मिसाल है, अभी तुम्हें समझाया जाता है जन्म जन्मांतर की पुरानी सड़ी हुई एक काल है जो अभी तुमको छोड़ने. അതുകൊണ്ടാണ് ബാബ എന്ന് സർപ്പത്തിൻ്റെ ഉദാഹരണം പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഇത് ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമുക്ക് ജന്മജന്മാന്തര കുറേ ജന്മങ്ങളെടുത്ത് ഈ ശരീരം എന്തായിപ്പോയി? ജീർണിച്ച് പോയി. ഇപ്പോൾ ഇത് നമ്മൾ ഉപേക്ഷിക്കണം. സർപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുക? പഴയ തോലത് ഉപേക്ഷിക്കും, പുതിയത് വരും. അതേപോലെ നമുക്ക് ഈ ശരീരമാണെങ്കിൽ എന്തായി? ജീർണിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് തുമക്കോ ചോടണി ഹെ. അഭി ആത്മാ और ശരീർ दोनों പതീത് है. അപ്പം ആത്മാവും ശരീരം രണ്ടും പതീത്താണ്. ആത്മാ പവിത്ര ഹോ ജായേഗി. ഫിർ ആത്മാ പവിത്രായി കഴിഞ്ഞു, ഫിർ ആത്മാവ് പവിത്രായി കഴിഞ്ഞാലോ ശരീർ ചുട്ട് ജായേഗ. ആത്മാവ് പവിത്രായി കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിക്കും. ആത്മായെ സബ് ഭാഗ് ജായെങ്കിൽ. ഇപ്പോൾ അവസാനമാകുമ്പോഴേക്ക് ആത്മാക്കളോട്ട് ഇങ്ങനെ ഓടും. ये ज्ञान तुमको अभी है कि ये नाटक पूरा होता है, अभी हमको बाप के पास जाना है. പക്ഷെ ഇപ്പം നമുക്ക് ഈ ജ്ഞാനമുണ്ട്. ഈ നാടകം അവസാനിക്കാറായി. ഞങ്ങളെല്ലാവരും ബാബയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇസ്ലിയേ ഈ നാടകം അവസാനിക്കാറായി. ഞങ്ങൾക്കൊക്കെ ബാബയെടുത്ത് തിരിച്ചു പോകണം. ഇസ്ലിയേ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗർക്കോ യാദ് കരണം. എവിടേക്കാണോ ഞങ്ങൾ പോകേണ്ടത്, വീട്, അതിനെ നമ്മൾ ഓർമ്മിക്കണം. ഇസ് ദേഹിക്കോ ചോട് ദേനാ ഹെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ശരീരം ഞങ്ങൾ ഇവിടെ ഉപേക്ഷിക്കണം. ശരീർ ഖത്തം ഹുയി തോ ദുനിയ ഖത്തം ഹുയി, ഫിർ നയേ ഘർ മേ ജായെങ്കെ തോ നയാ സംബന്ധം ഹോ ജായേഗ. ലൗകികത്തിൽ അങ്ങനെയാണല്ലോ. ഒരാൾ ശരീരം ഉപേക്ഷിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആ ശരീരവും ഇല്ലാതെയായി, ശരീരം നഷ്ടപ്പെട്ടു, വിനാശമായി. പിന്നെ അവർക്ക് ആ ലോകത്തിലുള്ള, അതായത് ആ സംബന്ധം, പഴയ സംബന്ധം അവർക്ക് ഇല്ലാതെയാവും. പിന്നെ അവർക്ക് കിട്ടുന്നത് പുതിയ സംബന്ധം. ആത്മാ ഒരു ശരീരം, ആ സംബന്ധമൊക്കെ പോയി. പിന്നെ കിട്ടുന്നത് പുതിയ സംബന്ധം അവർക്ക് കിട്ടും. ഓ ഫിർ ബി പുനർജന്മ യഹായി ലേത്തെ ഹെ. ആത്മാവ് ശരീരം ഉപേക്ഷിച്ചാൽ അവർക്ക് പുതിയ സംബന്ധമാണ് കിട്ടുന്നത്. പക്ഷേ ആത്മാവ് ഇവിടെ തന്നെ ജനിക്കും. തുമക്കോ തോ പുനർജന്മ ലേനാ ഹെ. പക്ഷെ ഞങ്ങൾ ഇവിടെ ജനിക്കില്ല. എവിടെ ജനിക്കുക? ഫൂലോങ്കി ദുനിയാമി. നമ്മൾ വീണ്ടും ഇവിടെ ജനിക്കില്ല. ഞങ്ങൾ എവിടെ ജനിക്കും? പുഷ്പങ്ങളുടെ തോട്ടത്തിൽ, അതായത് ആ സത്യയുഗത്തിൽ. ദേവതാओं പവിത്ര ഗഹജാത്ത തും ജാനത്തെ ഹോ ഹം ഹി ഫൂലത്തെ ഫിർ കാണ്ടെ ബനെ ഫിർ ഫൂലോങ്കി ദുനിയാമേ ജാന. അതുകൊണ്ട് നമുക്കറിയാം നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? പവിത്ര ദേവതകളായിരുന്നു, പുഷ്പങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ മുള്ളായി. വീണ്ടും പുഷ്പങ്ങളായി മാറണം. ആകെ ചൽ തുമക്കോ ബഹു സാക്ഷാത്കാർ ഹോങ്കെ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കുറേ സാക്ഷാത്കാരങ്ങളെ കാണാം. ഏഹേ കേൽപാൽ മീര ധ്യാനമേ കേൾത്തീത്തി ഉൻകോ ജ്ഞാൻ നഹീത്ത. ഇതൊക്കെ കളികളാണ് എന്നാണ് ഭാവന. എങ്ങനെ? മീര ട്രാൻസിൽ പോകുന്നുണ്ടായിരുന്നു, ധ്യാനമേ കേൾത്തീത്തി, ട്രാൻസിൽ പോയി കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ജ്ഞാനം ഇല്ലായിരുന്നു. മീര കോയി വൈകുണ്ഠമേ ഗഹിനൈ. പക്ഷേ മീര വൈകുണ്ഠത്തിലേക്ക് പോയിട്ടില്ല. യഹാ ഹി കഹാ ഹോക്കി. എവിടെയുണ്ടാവും അപ്പം മീര? ഇവിടെ എവിടെയെങ്കിലും നമ്മളാരെങ്കിലും ഒരാളായിരിക്കും അല്ലേ? ബാബിനെ അങ്ങനെ സ്നേഹിക്കുന്ന മീര ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ വൈകുണ്ഠത്തിലേക്കൊന്നും പോയിട്ടില്ല. ഇസ് ബ്രാഹ്മൺ കുൽക്കി ഹോങ്കെ തോ യഹാ ഹി ജ്ഞാൻ ലേത്തെ ഹോങ്കെ. അത്ര
അത്രയും ഭക്തി ചെയ്തതുകൊണ്ട് ഇവിടെ ബ്രാഹ്മണ കുലത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും, പിന്നെ എവിടേക്ക് പോകാനാ? ജ്ഞാനത്തിൽ വരാതെ അത്ര ഭക്തി ചെയ്ത് ബാബ പറയാറുണ്ടല്ലോ, ഭക്തി കൂടുതൽ ചെയ്യുന്നവർക്ക് ജ്ഞാനം കിട്ടും. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും. ऐसे नहीं डांस किया तो बस വൈകുണ്ഠ में चले गए. ഈ സാക്ഷാത്കാരത്തിൽ പോയിട്ട് കണ്ടിട്ട് ഡാൻസ് ചെയ്തതിന് ഉടനെ വൈകുണ്ഠത്തിലേക്കൊന്നും പോവില്ല. ऐसे तो बहुत डांस करते थे. അങ്ങനെ ഈ കൃഷ്ണനെ അല്ലെങ്കിൽ പരമാത്മാവിനെ സ്നേഹിച്ച് എത്ര പേര് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ധ്യാൻ മേ ജാക്കർ ദേക്കർ ആത്തേ തേ ഫിർ ജാക്കർ വികാരി ബനെ. അല്ലേ, യജ്ഞത്തിൽ ആദ്യം വന്നവരൊക്കെ അങ്ങനെ തന്നെ കുറേ പേര്, എത്രയാ പേര് ഡാൻസിൽ പോവായിരുന്നു, ധ്യാനത്തിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ അവിടെ പോയിട്ട് അതൊക്കെ ധ്യാനത്തിൽ കണ്ടുവരും, പിന്നെ അവർ കുറേ പേര് വികാരികളായി. ഗായാ ജാത്താ ഹേ ചടേത്തോ ചാക്കേ വൈകുണ്ഠ രസ് ഗിരേത്തോ ചക്നാച്ചൂർ. അതുകൊണ്ടാണ് പറയുന്നത് കയറിയാൽ നമുക്ക് വൈകുണ്ഠ രസ, വീണാൽ രാധാകൃഷ്ണഭായ് തവിടുപൊടിയാവുന്ന ബാബ. അതായത് നമുക്ക് കിട്ടില്ല എന്നാണ് ബാബ പറയുന്നത്. ഇങ്ങനെ കോരി എടുക്കേണ്ടി വരും, അത്രേ ബാബ പറയണ. അത് കഷ്ണായിപ്പോവും. बाप कहा देते तुम वैकुंठ के मालिक बन सकते हो अगर ज्ञान योग सीखेंगे तो. അപ്പോൾ ബാബ ഞങ്ങളോട് എന്താ പറയുക, നിങ്ങൾ വൈകുണ്ഠത്തിൻ്റെ അധികാരിയാവും എങ്ങനെ? ജ്ഞാന യോഗ പഠിച്ചാൽ. ബാപ് കോ ചോടാത്തോ ഗട്ടർ മേ ഗിർ ഗൈ. ബാബയെ ഉപേക്ഷിച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഗട്ടറിൽ വീണു, അതായത് വികാർ മേ ജാത്തേ. आश्चर्यवंत बाबा का बनंती सुनंती सुनवावंती फिर പാകന്തി ഹജാതെ. ഇവിടെ ആശ്ചര്യത്തോട് വരും ബാബയുടേതായി. അപ്പോൾ ബാബയുടേതായ ഉടനെ അവർക്ക് ആ ലഹരി ഉണ്ടാവും, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, സ്വയം കേൾക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഓടിപ്പോവും. ആഹോമായ കിത്തനി ബാരി ചോട്ട് ലഗ് ജാത്തേ. അപ്പോൾ ബാബയ്ക്ക് എന്ത് പറയാൻ പറ്റുക? മായയെ അത്രയും വലിയ മുറിവുണ്ടാക്കുമെന്നാണ് ബാബ പറയുന്നത്. അബി ബാബ്ക്ക് ശ്രീമത് പർ തും ദേവത ബന്ധേ. ഇപ്പം ഞങ്ങൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ചാണ് ദേവതകളാവുന്നത്. ആത്മാ അവർ ശരീർ ദോനോ ഹി ശ്രേഷ്ഠ ചായി. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ആത്മാവും ശരീരം രണ്ടും ശ്രേഷ്ഠമായിരിക്കണം. ദേവതാങ്കോ ജന്മ വികാർ സെ നഹി ഹോത്ത. ദേവതകൾ ഒരിക്കലും വികാരത്തിന് ജനിക്കില്ല. ഓ ഹേ ഹി നിർവീകാരി ദുനിയ വഹാ 5 വികാർ ഹോത്തേ ഹി നഹി. അവിടെ നിർവീകാരി ലോകം, അവിടെ ആരുണ്ടാവില്ല? 5 വികാരങ്ങൾ അവിടെ ഉണ്ടാവില്ല. ശിവബാബാനെ സ്വർഗ ബനായാത്ത അബീത്തോ നരക്കേ. ശിവബാബ സ്വർഗം സ്ഥാപിച്ചു, ഇപ്പോഴാണെങ്കിൽ ഇത് നരക്കാണ്. അബീത്തോ ഫിർ സ്വർഗവാസി ബന്നെ കെ ലിയെ ആയേ ഹോ ജോ അച്ചി രീതി പെടത്തെ വഹി സ്വർഗമേ ജായെങ്കെ. ഇപ്പം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് സ്വർഗവാസികളാകാൻ. ആരാണോ നല്ല പോലെ പഠിക്കുന്നു അവരാണ് സ്വർഗത്തിലേക്ക് വരാം. തും ഫിർ സെ പഠത്തേ ഹോ കൽപ്പ് പഠത്തേ രഹേങ്കെ. നമ്മളിപ്പോൾ വീണ്ടും പഠിക്കുകയാണ്, കൽപ്പങ്ങൾ ഇതേപോലെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഈ ചക്ര ഫിർത്താ രഹേക. അങ്ങനെ ഈ ചക്ര ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ये बना बनाया ड्रामा है इनसे कोई छुट नहीं सकते. ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രാമ, ഇതിൽ ആർക്കും രക്ഷയില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും ഈ ഡ്രാമയിൽ പാർട്ട് അഭിനയിച്ചേ പറ്റും. ജോ കുച്ച് ദേഖ്തേ ഹോ മച്ചറുട കൽപ്പ് ബാധബി എവിടേക. നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാണുന്നോ, ഒരു കൊതുക് ഇതിലെ പാസ്സായെന്ന് വിചാരിക്കുക, അടുത്ത കൽപ്പം അതേപോലെ ഉണ്ടാവും. കാരണം ഷൂട്ടിംഗ് നടന്നു കഴിഞ്ഞില്ലേ, അതുകൊണ്ട് പറയണം അതേ കൽപ്പം ആ കൊതുക് ഇവിടെ പറന്നു പോവും. ഈ ബനായ ഡ്രാമ ഹെന. എന്താ കാരണം? ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രാമ ആണ്. ഇസ് സമജനമേ ബഡി അച്ചി ബുദ്ധി ചെയ്യും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ഈ കൊതുക് ഇതിലേ പറന്നു പോയി പിന്നെ അടുത്ത കൽപ്പം ആ കൊതുക് എങ്ങനെ വരുമെന്ന്. പക്ഷേ അവരുടെ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് നല്ല ബുദ്ധി വേണം. ഈ ഷൂട്ടിംഗ് ചൽ റഹി ഹെന. ഇത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ് പറയുന്നത്. ഷൂട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാം. പക്ഷേ ഇതിൽ മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏത് ഡ്രാമയിൽ? ബേഹദ് ഡ്രാമയിൽ നമുക്ക് ഒരിക്കലും ഇതിനെ മാറ്റാൻ കഴിയില്ല. ये कर्मक्षेत्र है, यहाँ परंधाम से आए पार्ट वचान. ഇത് കർമ്മക്ഷേത്രമാണ്. ഇവിടേക്ക് ഞങ്ങൾ എവിടെ നിന്ന് വന്നു? പരന്ധാമത്തിൽ നിന്ന് ഈ കർമ്മക്ഷേത്രത്തിലേക്ക് പാർട്ട് അഭിനയിക്കാൻ വന്നു. अब इस पढ़ाई में कोई तो बहुत होशियार हो जाते हैं, कोई अभी पढ़ रहे हैं.
ഈ പഠിപ്പിൽ ചിലവർ നന്നായിട്ട് ബുദ്ധിശാലികളായി മാറും. ഇനി ചിലവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊയ് പഠിത്തേ പഠിത്തേ പുരാനെ സേ ബി തീക്കയോ ജാത്തേ. ഇനി ചിലവർ പഠിച്ച് അവർ പഴയവരെക്കാൾ തീക്ഷ്ണമായിട്ട് പോവും. ജ്ഞാനസാഗർ തോ സബ്കോ പഠാത്തേ ഹെന. ഇവിടെ പഠിപ്പിക്കുന്നത് ജ്ഞാനസാഗരൻ. അതുകൊണ്ട് പറയുന്നത് ചിലവർ ലാസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് അവിടെ ഫാസ്റ്റായിട്ട് പോവും, തീക്ഷ്ണമായിട്ട് പോവും. ബാപ് കാ ബന അവർ വിശ്വക്ക വർഷ തുമാരായ. ബാബയുടേതായി എന്നാൽ എന്തർത്ഥം? ഈ ലോകത്തിൻ്റെ വിശ്വത്തിൻ്റെ അധികാരികളായി. ഹാ തുമാരി ആത്മാ ജോ പതീത് ഹെ ഉनको पावन ज़रूर बनना है. उसके लिए सहज तरीका है. ആത്മാവ് പതീതായിപ്പോയി. ഇപ്പോൾ ഈ ആത്മാവിനെ തീർച്ചയായും ഞങ്ങൾ പാവനാക്കണം. അതിനുള്ള സഹജമായ വിധി ബാബ പറഞ്ഞു തരാണ്. ബാപ് കോ യാദ് കർത്തേ രഹോ തും ഏ ബൻ ജായേഗി. യാദ് കർത്തേ രഹോ എന്നാണ് പറയണം, യാദ് കർണല്ല എന്നാണ് പറയണം. പിന്നെ എന്ത് വേണം? ഓർത്തുകൊണ്ടേയിരിക്കാൻ. അപ്പം ഞങ്ങൾ ഇതായി മാറും. തും ബച്ചോങ്കോ ഇസ് പുരാനി ദുനിയാസെ വൈരാഗ്യ അനിച്ചായി. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഈ പഴയ ലോകത്തിനോട് വൈരാഗ്യം വരണം. ബാക്കി മുക്തിധാം ജീവൻ മുക്തിധാം അവർ കിസ്കോ ബി ഹം യാദ് നഹി കർത്തേ സിവായ് ഏക്ക് കെ. ഇനി നമ്മൾ ഓർമ്മിക്കുന്നത് മുക്തിധാമ, ജീവൻ മുക്തിധാമ, പിന്നെ ശിവബാബയുടെ ഓർമ്മ. അല്ലാതെ നമ്മൾ വേറെ ആരെയും ഓർമ്മിക്കുന്നില്ല. സവേരെ ഉട്ട്കർ അഭ്യാസ് കർണ ഹെ. അതുകൊണ്ട് പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് ഇത് അഭ്യസിക്കണം. ഏത് അഭ്യസിക്കേണ്ടേ? ഹം അശരീരി ആയേ ഹെ അശരീരി ഹോക്കർ ജാന. ഞാൻ അശരീരിയായി വന്നു, അശരീരിയായി തന്നെ ഞാൻ പോകണം. ഫിർ കോയി ബി ദേഹദാരിക്കോ ഹം യാദ് ക്യോं കരേ. ഞങ്ങൾ വന്നതൊക്കെ അശരീരിയായി, ആറില്ലായിരുന്നു. പോകുമ്പോഴോ അശരീരിയായി പോകണം. അതുകൊണ്ട് പറയണം നമുക്ക് വേറെ ദേഹധാരികളുടെ ഓർമ്മ വരുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ദേഹധാരികളെ ഓർമ്മിക്കുന്നത്? സവേരെ അമൃത് വേളെ ഉട്ട്കർ അപ്പനെ സെ ऐसे ബാത്തി കർണി ചായി. അതിരാവിലെ അമൃത വേളയിൽ എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ അവനവനോട് സംസാരിക്കണം. ഞങ്ങൾ വന്നത് തനിച്ചയാണ്, അശരീരികളായി വന്നു. പോകുന്നതും അശരീരികളായി പോകണം. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അശരീരികളാകാൻ പ്രാക്ടീസ് ചെയ്യണം. മുക്തിധാമ, ജീവൻ മുക്തിധാമ ബാബയല്ലാതെ വേറെ ആരെയും ഓർക്കരുത്, ദേഹധാരികളെ ഓർമ്മിക്കരുത് എന്നാണ് ബാബ പറയുക. ഇങ്ങനെ ബാബയാണ് അങ്ങനെ അവനവനോട് സംസാരിക്കണം. സവേരേക്കോ അമൃത് വേല കഹ ജാത്താ ഹെ ന. ഈ പ്രഭാതത്തിൽ നമ്മൾ എന്താ പറയുക? അമൃതവേള. ജ്ഞാൻ അമൃത് ഹെ ജ്ഞാൻ സാഗർ കെ പാസ്. ആ സമയം ബാബ വന്ന് നമുക്ക് അമൃത തരുന്നത് കൊണ്ടാണ് അതിനെ അമൃതവേള എന്ന് പറയും. കാരണം ജ്ഞാനസാഗറിൻ്റെ അടുത്ത് മാത്രമേ ഈ ജ്ഞാനാമൃതമുള്ളൂ. തോ ജ്ഞാനസാഗർ കഹത്തെ ഹെ. ഈ ജ്ഞാനസാഗറിൻ്റെ അടുത്ത് മാത്രമേ ഈ ജ്ഞാനമുള്ളൂ, അമൃതമുള്ളൂ. അതുകൊണ്ട് ആ ജ്ഞാനസാഗർ ഞങ്ങളോട് എന്ത് പറയും? എന്താ പറയുക? സവേരെ കാ ടൈം ബഹുത് അച്ഛാ ഹെ. ആ അമൃത തരുന്ന ജ്ഞാനസാഗരനായ ബാബ ഞങ്ങളോട് എന്ത് പറയും? രാവിലത്തെ സമയം വളരെ നല്ല സമയമാണ്. സവേരെ ഉട്ട്കർ ബഹുത് പ്രേം സെ ബാബ്കോ യാദ് കരോ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ബാബയുടെ സ്നേഹത്തോട് പ്രേമത്തോട് ഓർമ്മിക്കാൻ. ബാബ ആ 5000 വർഷ കെ ബാദ് ഫിർ മിലേയോ. ഞങ്ങൾ ബാബയുടെ എന്ത് പറയും? ബാബ അങ്ങ് എപ്പോഴാണ് കിട്ടിയത്? 5000 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും കിട്ടി. അപ്പം അത്രയും സമയം ഞങ്ങൾ ബാബയെ അകന്നിരുന്നു. ബാബ കഹത്തെ ഹേ. എന്നിട്ട് ബാബ നമ്മളോട് എന്ത് പറയും? നമ്മൾ ബാബയോട് പറയും ബാബ 5000 വർഷത്തിന് ശേഷം എനിക്ക് ബാബ കിട്ടി. അപ്പോൾ ബാബ ഞങ്ങളോട് എന്ത് പറയും? अब बाबा कहते मुझे याद करो तो पाप कट जाएंगे, श्रीमत पर चलना है. ബാബ ഞങ്ങളോട് പറയാണ് നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ പാപ ഭസ്മാവോ ശ്രീമത്തോ അനുസരിക്കണം. സത്തോ പ്രധാൻ ജറൂർ ബന്നാ ഹെ. തീർച്ചയായും നിങ്ങൾ സത്തോ പ്രധാനരാകണം. ബാപ് കോ യാദ് കർണേക്ക് ആദത്ത് പട് ജായേഗേ. തോ ബാബയെ ഓർമ്മിക്കാൻ നമുക്ക് ശീലമായി കഴിഞ്ഞെന്ന് വിചാരിക്കാം. തോ ആദത്ത് അവരുടെ ശീലം, ബാബയെ ഓർമ്മിക്കാനുള്ള ശീലം നമുക്കായിക്കഴിഞ്ഞാൽ ഖുഷിമേ ബൈട്ടേ രഹേങ്കെ. എങ്ങനെ ഇരിക്കും? സന്തോഷത്തിലിരിക്കും. ബാബയുടെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ സ്നേഹത്തോട് ബാബയോട് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ ബാബ പറയുന്നത് എത്ര സന്തോഷം ഉണ്ടാവും? അളവറ്റ സന്തോഷത്തിൽ നമ്മളിരിക്കും. ശരീർക്ക ബാൻ ടൂട്ടേ ജായെങ്കെ. എത്ര നമുക്ക് ബാബയെ ഓർമ്മിക്കാൻ, സ്നേഹത്തോട് ഓർമ്മിക്കാനുള്ള ശീലമായി കഴിയുന്നു,
അപ്പോൾ ബാബയുടെ നമുക്ക് സന്തോഷത്തിലിരുന്ന് ഞങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, ഈ ശരീരബോധം ഇല്ലാതെയാവും. फिर देह का बान नहीं रहेगा, खुशी बहुत रहेगी. ദേഹാഭിമാനോ ദേഹബോധമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. തും ഖുഷി മേത്തെ ജബ് പവിത്രത്തെ, നമുക്കൊക്കെ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. എപ്പോഴാണ്? നമ്മളൊക്കെ പവിത്രായിരുന്ന സമയത്ത്. തുമ്ഹാരി ബുദ്ധി മേ ये सारा ज्ञान रहना चाहिए, पहले पहले जो आते तो ज़रूर वो 84 जन्म लेते होंगे. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ ജ്ഞാനം ഉണ്ടാവണം. ആദ്യം ആരാ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം വരുന്നവരാണ് 84 ജന്മം എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഫിർ ചന്ദ്രവംശി കുച്ച് കം, ആദ്യം വരുന്നോ അവർ 84 ജന്മം എടുക്കും. പിന്നെ ചന്ദ്രവംശത്തിലേക്ക് വരുന്നവരോ കുറച്ച് ജന്മം അവർക്കോ കുറയും. ഇസ്ലാമി ഉൻസേ ബി കം ഹെ. ഇനി അങ്ങനെ ദ്വാപരയുഗത്തിൽ വരുന്ന ഇസ്ലാമികളാണെങ്കിൽ അവർ അതിനേക്കാൾ കുറവ്. നമ്പർ വാർ ജാഡ്ക്ക് വൃദ്ധി ഹോത്തി ജാത്തി. ഈ വൃക്ഷം എങ്ങനെയാണ് വളർന്നത്? നമ്പർ വാർ അനുസരിച്ച്. മുഖ്യ ഹേ ഡി ടി ധർമ്മ, ഫിർ ഉൻസെ 3 ധർമ്മ നിക്കൽത്തെ. അതിൽ മുഖ്യമായിരിക്കുന്നതാണ് ദേവതാധർമ്മ. ഇതിലൂടെയാണ് 3 ധർമ്മങ്ങളുണ്ടാവും. ഫിർ ഈ വൃക്ഷഭാവ വരുന്നത് പതക്കെ 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 വലുതാവുള്ളൂ. അപ്പോൾ അതിൽ ഭാവരണ ആദ്യം ഉണ്ടാവുന്നത് ദേവതാധർമ്മ. പിന്നെ എന്താ ഉണ്ടാവും? അതിലൂടെയാണ് 3 ധർമ്മങ്ങൾ ഉണ്ടാവുന്നത്. ഫിർ 3 ധർമ്മം അതിൽ വന്നു കഴിഞ്ഞല്ലോ. ദേവതാധർമ്മം ആദ്യം വന്നു, പിന്നെ ഇസ്ലാം ധർമ്മം വന്നു, ബൗദ്ധധർമ്മം വന്നു, ക്രിസ്ത്യൻ ധർമ്മം വന്നു. അപ്പോൾ 3 ധർമ്മം അതിലൂടെ ഉണ്ടായി. അപ്പോൾ വലിയ വലിയ ശാഖകളാണ് അത്. ഫിർ ടാൾ ടാലിയ നിക്കൽത്തെ. പിന്നെ അതിൽ ചെറിയ 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 ശാഖകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. अभी तुम ड्रामा को जानते हो, ये ड्रामा जो मिसाल बहुत धीरे धीरे फिरता रहता है. ഇപ്പോൾ നമ്മൾ ഈ ഡ്രാമ എന്താണെന്ന് മനസ്സിലാക്കി. ഈ ഡ്രാമ എങ്ങനെ ചലിക്കും? ഈ പേനിനെ പോലെയാണ് ഡ്രാമ പതക്കെ 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 ചലിക്കുള്ളൂ. सेकंड बाय सेकंड टिक टिक चलते रहते हैं, इसलिए गाया जाता है सेकंड में जीवन मुक्त. ഇത് ഓരോ സെക്കൻഡ് ഇങ്ങനെ പതക്കെ 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 കറങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സെക്കൻഡിലാണ് ജീവൻ മുക്തി എന്ന്. അപ്പനെ ആത്മ അപ്പനെ ബാപ് കോ യാദ് കർത്തേ ഹെ. അതുകൊണ്ടാണ് ആത്മാവ് സ്വന്തം അച്ഛനെ ഓർമ്മിക്കും. ബാബ ഹം ആപ്കെ ബച്ചേ ഹെ. എന്നിട്ട് നമ്മൾ ബാബയുടെ എന്ത് പറയും? ബാബ ഞാൻ അങ്ങയുടെ കുട്ടിയാണ്. ഹം തോ സ്വർഗ് മേ ഹോനി ചാഹിയേ ന, ഫിർ നരക് മേ ക്യൂ പടേ ഹോ. ഇപ്പോൾ ബാബ വരുന്നത് നമ്മൾ സ്വർഗത്തിലല്ലേ പോവേണ്ടത്, പിന്നെ എന്തിനാ ഈ നരക്കത്തിലുള്ള? ബാപ്പ് തോ സ്വർഗ് കി സ്ഥാപന കർണേ വാലാ ഹെ, ഫിർ നരക് മേ ക്യൂ പടേ. ബാബ സ്വർഗം സ്ഥാപിക്കുന്നവൻ, പിന്നെ എന്തിനാ എൻ്റെ കുട്ടികളൊക്കെ ഈ നരക്കത്തിലുള്ളത്? ബാപ്പ് സംജാത്തെ തും സ്വർഗ് മേ തേ 84 ജന്മ ലേത്തെ ലേത്തെ തും സബ് ഭൂൽ ഗേ. നിങ്ങളൊക്കെ സ്വർഗത്തിലായിരുന്നു, പിന്നെ അങ്ങനെ 84 ജന്മം എടുത്തു വന്നു, അതുകൊണ്ട് എല്ലാതും മറന്നുപോയി. ഫിർ മേരി മത് പർ ചലോ. 84 ജന്മം എടുത്തു, അങ്ങനെ ബാബരുടെ ഞങ്ങളെല്ലാം അത് മറന്നുപോയി. ഇപ്പോൾ വീണ്ടും ബാബ ഞങ്ങളോട് എന്താ പറയുക? എൻ്റെ മതം അനുസരിക്കണം. ബാബ് കി യാദ് സേ ഹി വികർ വിനാശ് ഹോങ്കെ. ക്യോ? ബാബയെ ഓർമ്മിച്ചാലേ നമ്മുടെ വികർമ്മ വിനാശാവുള്ളൂ. എന്താ കാരണം? ക്യോങ്കി ആത്മാമേ ഹി കാത് പെടുത്തി. ശരീരത്തിൻ്റെ അഴുക്കല്ലല്ലോ നമുക്ക് കളയേണ്ടത്, ആത്മാവിലാണ് അഴുക്ക് കയറി ഇരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ എന്നെ ഓർമ്മിക്കണം. എന്നെ ഓർമ്മിച്ചാലേ വികർമ്മ വിനാശാവുള്ളൂ. ശരീർ ആത്മാക്ക ജവഹർ. ശരീരം ആത്മാവിൻ്റെ ആഭരണം. അപ്പോൾ ആത്മാവ് നന്നായാൽ ശരീരം പ്യൂറാവും. ആത്മാ പവിത്ര തോ ശരീർ ഭി പവിത്ര മിൽത്താ ഹൈ. ആത്മാവ് പവിത്രമായി കഴിഞ്ഞാൽ ശരീരം പവിത്ര. അതായത് ആത്മാവ് സ്വർണം പോലെയായാൽ അതിന് കിട്ടുന്ന ആഭരണം സത്തോ പ്രധാനായിരിക്കും. तुम जानते हो हम स्वर्ग में थे और फिर बाबा आया है तो बाप से पूरा वर्षा लेनी चाहिए. ഇത് നമുക്കറിയാം, ഞങ്ങളൊക്കെ സ്വർഗത്തിലായിരുന്നു. ഇപ്പോൾ ബാബ വീണ്ടും വന്നിരിക്കുന്നു. ബാബയെന്ന് പൂർണ്ണ സമ്പത്ത് നേടണം. 5 വികാരോങ്കോ ചോടനാ ഹെ. ഈ 5 വികാരങ്ങളെ ഉപേക്ഷിക്കണം. ദേഹ അഭിമാൻ ചോടനാ ഹെ. ഞങ്ങൾക്ക് പൂർണ്ണമായി ബാബയെന്ന് സ്വത്ത് നേടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉപേക്ഷിക്കണം? 5 വികാരങ്ങളെ ഉപേക്ഷിക്കണം, ദേഹാഭിമാനം ഉപേക്ഷിക്കണം. കാംകാജ് കർത്തേ ബാബ് കോ യാദ് കർത്തേ രഹോ. ജോലിക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടെ ബാബയെ ഓർത്തുകൊണ്ടേയിരിക്കണം.
आत्मा अपने माशुक को आधा कल्प से याद करती आई है ना. ഞങ്ങളൊക്കെ ആത്മാക്കൾ നമ്മുടെ പ്രിയതമനെ എത്ര സമയത്തൊട്ട് ഓർമ്മിക്കാൻ തുടങ്ങി? അരക്കൽപ്പ തൊട്ട്, ദ്വാപര യുഗത്തൊട്ട് ഞങ്ങൾ നമ്മുടെ പ്രിയതമനെ ഓർക്കാൻ തുടങ്ങി. ഓ മാഷുക്കായാവുക ഇത്രയും സമയം ഞങ്ങൾ ഓർത്തത് കൊണ്ട് ഇപ്പോൾ ആ പ്രിയതമൻ വന്നിരിക്കുകയാണ്. കെഹത്തെ ഹേ ഇത്രയും സമയത്തൊട്ട് നിങ്ങൾ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ബാബ വന്ന് എന്താ പറയുക? നിങ്ങൾ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. സ്നേഹത്തോടെ വിളിച്ചു. ആരെ വിളിച്ചേ? പ്രിയതമനെ വിളിച്ചു. അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ബാബ കെഹത്തെ. എന്നിട്ട് ബാബ ഞങ്ങളോട് എന്താ പറയുക? പ്രിയതമനെ ഓർക്കണം. പിന്നെയോ ബാബ ഇവിടെ വന്നു, നിങ്ങൾ വിളിച്ചത് കൊണ്ടാണല്ലോ ബാബ വന്നത്. എന്നിട്ട് ബാബ ഞങ്ങളോട് എന്തായിരിക്കും പറയാ? बाबा कहते हैं काम चिता पर बैठ काले हो गई है, अभी ये मैं सुंदर बनाने आया हूँ, उसके लिए ये योग अग्नि चाहिए. ഇപ്പോൾ ബാബ ഞങ്ങളോട് എന്താ പറയുക? നിങ്ങളൊക്കെ കാമചിത്തയിലിരുന്നത് കൊണ്ട് കറുത്തു പോയി. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ സുന്ദരരാക്കാൻ. അതുകൊണ്ട് എന്ത് വേണോ? യോഗ അഗ്നി വേണോ. ജ്ഞാനക്കോ ചിത നഹി കഹേങ്കെ. യോഗ ചിത അല്ലെങ്കിൽ യോഗ അഗ്നിനെ ബാബ പറയാം. അല്ലാതെ ജ്ഞാനത്തിന് ഒരിക്കലും ചിത എന്ന് പറയില്ല. യോഗക്ക് ചിത ഹെ, യാദക്ക് ചിത പർ ബൈഠ്നെ സെ വികർ വിനാശ് ഹോങ്കെ. യോഗ ആണ് ചിത അല്ലെങ്കിൽ അഗ്നി എന്ന് പറയുന്നത്. നിങ്ങൾ ഓർമ്മയുടെ ചിതയിലിരുന്നാലേ വികർമ്മ വിനാശാവുള്ളൂ. ജ്ഞാനക്കോത്തോ നോളേജ് കഹജാത. ജ്ഞാനത്തിന് എന്താ പറയുക? നോളേജ് എന്ന് പറയും. ബാപ്പ് തുമക്കോ സൃഷ്ടിക്ക് ആദി മധ്യ അന്ത കാ ജ്ഞാന സുനാത്തെ ഹെ നാ. ബാബ വന്നിട്ടാണ് നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഊഞ്ചേത്തെ ഊഞ്ച ബാപ്പ് ഹേ ഫിർ. ഉയർന്നതിൽ ഉയർന്നത് അതേ ബാബയാണ്. പിന്നെയോ ബ്രഹ്മ വിഷ്ണു ശങ്കർ. ഫിർ സൂര്യവംശി ചന്ദ്രവംശി. ഫിർ ഏറ്റവും ഉയർന്നത് ശിവബാബ. പിന്നെ ബ്രഹ്മ വിഷ്ണു ശങ്കർ. പിന്നെ सूर्यवंशी चंद्रवंशी. पिന്നെയോ फिर और धर्मों में जो आते हैं. പിന്നെയാണ് മറ്റേ ധർമ്മത്തിൽ വരുന്നവർ. ജാട് കിतना बड़ा हो जाता है. അങ്ങനെ ഈ വൃക്ഷം എത്ര വലുതായി മാറും. അഭി ഇസ് ജാഡ് കാ ഫൗണ്ടേഷൻ ഹേ നഹി ഇസ്ലിയെ. ഇപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ ഫൗണ്ടേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ബനേൻ ട്രീ കാ മിസാൽ ദിയാ ജാത്താ ഹെ. ആൽ വൃക്ഷത്തിൻ്റെ ഉദാഹരണയാണ് ബാബ പറയാം. ദേവീ ദേവത ധർമ്മ പ്രായലോപ് ഹോ ഗൈ. ഫൗണ്ടേഷൻ ഇല്ല. അതായത് ദേവീ ദേവത ധർമ്മ ഇന്ന് പ്രായലോപ്പായി. ധർമ്മഭ്രഷ്ട് കർമ്മഭ്രഷ്ട് ബൻ ഗൈ. അപ്പോൾ അതിൻ്റെ അർത്ഥം ധർമ്മഭ്രഷ്ടരോ കർമ്മഭ്രഷ്ടരായി. അഭി തും ബൈഠേ ഹേ ശ്രേഷ്ഠ ബന്നേ കേ ലിയേ തോ ശ്രേഷ്ഠ കർമ്മ കരോ. ഇപ്പോൾ നമ്മൾ ശ്രേഷ്ഠരാകാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം ശ്രേഷ്ഠമായിരിക്കണം. അഭി ദൃഷ്ടിക്കോ സിവിൽ ബനാവും. ഇപ്പോൾ നമ്മുടെ ദൃഷ്ടിനെ എന്താക്കണം? സിവിലാക്കണം. തുമേ അബ് ഭ്രഷ്ട് കർമ്മ നഹി കർണേ കോയി കുദൃഷ്ടി നാ ഹോ. ഇപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഭ്രഷ്ട കർമ്മ അതായത് മോശമായ കർമ്മകൾ ചെയ്യരുത്. നമ്മുടെ ദൃഷ്ടി ഒരിക്കലും കുദൃഷ്ടി ഉണ്ടാകരുത്. അപ്പനേക്കോ ദേക്കോ ഹം ലക്ഷ്മിക്കോ വർണ്ണ ലായക്കവനെ. അപ്പോൾ ഒന്ന് നമ്മളെ നോക്കണം. എന്താ നോക്കണ്ടേ? ഞാൻ ലക്ഷ്മിയെ ഒരിക്കാൻ യോഗ്യനായിട്ടുണ്ടോയെന്ന്. ലക്ഷ്മിയെ ഒരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നാരായണനാവണം. നാരായണനിലെ ഗുണങ്ങൾ സ്വന്താക്കണം. ഹം അപ്പനേക്കോ ആത്മാ സമജ് ബാപ്കോ യാദ് കർത്തേ ഹെ. അതുകൊണ്ടൊന്നും അവനവനെ നോക്കണോ. ഞാൻ ഈ ലക്ഷ്മിയെ ഒരിക്കാൻ യോഗ്യനായിട്ടുണ്ടോ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ. റോസ് പോ തമിൽ ദേക്ക്. അപ്പോൾ ദിവസം എന്ത് വേണം? കണക്ക് നോക്കണം. സാരേ ദിൻ മേ ദേഹ് അഭിമാൻ മേ ആക്കർ കോയി വികർമ്മത്തോ നഹി കിയ. മുഴുവൻ ദിവസം ഞാൻ ദേഹാഭിമാനത്തിൽ വന്ന് അങ്ങനത്തെ വികർമ്മമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നഹീത്തോ അഥവാ ചെയ്തിട്ടുണ്ടെങ്കിലോ സൗഗുൺ ഹോ ജായേഗ. എന്തെങ്കിലും ദേഹാഭിമാനത്തിൽ വന്ന് വികർമ്മം ചെയ്താൽ അതെന്തായി മാറും? 100 ഇരട്ടിയായി മാറും. മായ ചാർട്ട് ബി രക്കനെ നഹി ദേത്തെ. അപ്പോൾ അവിടെ മായ വരും. ചാർട്ട് എഴുതാനും സമ്മതിക്കില്ല. 2-4 ദിൻ ലിഖ് കർ ഫിർ ചോട് ദേത്തെ. 4-5 ദിവസമൊക്കെ എഴുതും. പിന്നെയോ
പിന്നെ അത് ഉപേക്ഷിക്കും. അപ്പോൾ ബാ വരുന്നത് ഒന്ന് ചാർട്ട് എഴുതണം. ബാപ്പുക്കോ ഖ്യാൽ റഹ്താ ഹെ ന, ബാബയ്ക്ക് എന്നും ഞങ്ങളെക്കുറിച്ച് ചിന്തയാണ്. റഹം പെടുത്താ ഹെ, നമ്മളോട് ബാബയ്ക്ക് സഹതാപ്പാണ്, ദയയാണ്. ബच्चे हमको याद करे तो उनके पाप कट जाए. ബാബയ്ക്ക് എന്നും കുട്ടികളെക്കുറിച്ച് ചിന്തയുണ്ട്, കുട്ടികളോട് ദയയുണ്ട്. ബാബ എന്താ ചിന്തിക്കുക? കുട്ടികളെ നിങ്ങൾ എന്നെ ഓർമ്മിച്ചാലേ പാപ ഭസ്മാവുള്ളൂ. ഇസ്മേ മെഹനത്ത് ഹെ, ഇതും ബാബയ്ക്കറിയാം, ഇതിൽ പ്രയാസമാണ്. അപ്പനേക്കോ ഗാട്ട നഹി ഡാൽന ജ്ഞാനത്തോ ബഹത് സമജ്. പക്ഷെ അവനവനക്ക് നഷ്ടം ഉണ്ടാക്കരുത്. ഞാനാണെങ്കിൽ വളരെ സഹജമാണ്. അപ്പോൾ പ്രയാസമുള്ളത് ഏതാ? യോഗ. ബാബയെ ഓർമ്മിക്കുന്നത് കുറച്ച് പ്രയാസമാണ്. പക്ഷേ ബാബയെ ഓർമ്മിച്ചാലേ നമ്മുടെ വികർമ്മ വിനാശമുള്ളൂ, പാപഭസ്മാവുള്ളൂ. അതുകൊണ്ട് ബാബ വരുന്നത് നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കണോ, ഞാൻ വളരെ സഹജമാണ്. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद पैर और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को नमस्ते नमस्ते. धारणा पॉइंट 1. सवेरे अमृत वेले उठ बाप से मीठी मीठी बातें करनी है. ഒന്നാമത്തെ പോയിന്റ്, പ്രഭാതത്തിൽ അമൃത വേളയിൽ എഴുന്നേറ്റ് ബാബയോട് മധുരമധുരമായി സംസാരിക്കണം. അശരീരി बनने का अभ्यास करना, അശരീരികളാകാൻ അഭ്യസിക്കണം. ध्यान रहे बाप की याद के सिवाय दूसरा कुछ भी याद नाए. ശ്രദ്ധിക്കുക, ബാബയുടെ ഓർമ്മയല്ലാതെ മറ്റൊന്നും ഓർമ്മ ഉണ്ടാകരുത്. രണ്ടാമത്തെ പോയിന്റ്, अपनी दृष्टि बहुत शुद्ध पवित्र बनाने. നമ്മുടെ ദൃഷ്ടിയെ വളരെ പവിത്രവും ശുദ്ധമാക്കണം. दैवी फूलों का बगीचा तैयारी हो रहा है, इसलिए फूल बनने का पूरा पुरुषार्थ करना है. ദൈവീ പുഷ്പത്തിൻ്റെ പൂത്തോട്ട തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുഷ്പമാകാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. കാണ്ട നഹി ബന്ന, മുള്ളാകരുത്. वरदान, हर संकल्प, समय, वृत्ति और कर्म द्वारा सेवा करने वाले निरंतर सेवाधारी भव. ഓരോരോ സങ്കല്പം, സമയം, ഭാവന, കർമ്മത്തിലൂടെ, സങ്കല്പ സമയ ഭാവന കർമ്മത്തിലൂടെ സേവ ചെയ്യുന്ന നിരന്തര സേവാധാരിയായി ഭവിക്കും. ഓരോരോ സങ്കല്പം, സമയം, ഭാവന കർമ്മത്തിലൂടെ സേവ ചെയ്യുന്ന നിരന്തര സേവാധാരിയായി ഭവിക്കും. जैसे बाप अति प्यारा लगता है, എങ്ങനെ ബാബയുടെ നമുക്ക് അത്രയേ സ്നേഹമുണ്ട്. ബാബ के बिना जीवन नहीं है, ബാബ ഇല്ലാതെ ജീവിതമില്ല. ऐसे ही सेवा के बिना जीवन नहीं है, അതുപോലെ സേവയില്ലാത്ത ജീവിതമില്ല.
निरंतर योगी के साथ साथ निरंतर सेवाधारी बनो. നിരന്തര യോഗിക്ക് ഒപ്പത്തിനൊപ്പം നിരന്തര സേവാധാരികളാകണം. സോത്തേ ഹുയി ബി സേവാ ഹോ, ഉറങ്ങുമ്പോൾ സേവ ഉണ്ടാകണം. सोते समय यदि कोई आपको देखे तो आपके चेहरे से शांति आनंद के वैब्रेशन अनुभव करें. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അഥവാ ആരെങ്കിലും നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ മുഖത്തിലൂടെ ശാന്തി ആനന്ദത്തിൻ്റെ വൈബ്രേഷനിൻ്റെ അനുഭവം ചെയ്യണം. हर कर्म इंद्रिय द्वारा बाप के याद की स्मृति दिलाने की सेवा करते रहो. ഓരോരോ കർമ്മ ഇന്ദ്രിയത്തിലൂടെ ബാബയുടെ ഓർമ്മയുടെ സ്മൃതി നൽകുന്ന സേവ ചെയ്തുകൊണ്ടിരിക്കണം. अपना पावरफुल वृत्ति द्वारा വൈബ്രേഷൻ ഫെയിലാത്തേ രഹോ. നമ്മുടെ ശക്തിശാലിയായ ഭാവനയിലൂടെ വൈബ്രേഷൻ പരത്തിക്കൊണ്ടിരിക്കണം. कर्म द्वारा कर्मयोगी भव का वरदान देते रहो. കർമ്മത്തിലൂടെ കർമ്മയോഗി എന്ന വരദാനം നൽകിക്കൊണ്ടിരിക്കണം. हर कदम में पदमों की कमाई जमा करते रहो. ഓരോരോ കാലടിയിലും കോടികളുടെ സമ്പാദ്യം ശേഖരിച്ചുകൊണ്ടിരിക്കണം. तब कहेंगे निरंतर सेवाधारी अर्थात सर्विसेबल. എപ്പോഴാണ് നിരന്തര സേവാധാരി സർവീസേബൽ എന്ന് പറയാൻ സാധിക്കും? എന്ത് പറഞ്ഞ വരദാനത്തിൽ? ഓരോരോ സങ്കല്പം, സമയം, ഭാവന, കർമ്മത്തിലൂടെ സേവ ചെയ്യുന്ന നിരന്തര യോഗിയായി ഭവിക്കും. എങ്ങനെ? ബാബയോട് നമുക്ക് വളരെയധികം സ്നേഹമുണ്ട്. ബാബയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുപോലെ സേവയില്ലാതെ നമ്മുടെ ജീവിതമില്ല. നിരന്തര യോഗിക്ക് ഒപ്പത്തിനൊപ്പം നിരന്തര സേവാധാരികളാകണം. ഉറങ്ങുമ്പോഴും സേവ ഉണ്ടാകണം. ഉറങ്ങുന്ന സമയത്ത് അഥവാ ആരെങ്കിലും നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ മുഖത്തിൽ ശാന്തി ആനന്ദത്തിൻ്റെ വൈബ്രേഷനിൻ്റെ അനുഭവം ചെയ്യണം. ഓരോരോ കർമ്മത്തിലൂടെ ബാബയുടെ ഓർമ്മയാകുന്ന സ്മൃതി നൽകുന്ന സേവ ഉണ്ടാകണം. നമ്മുടെ പവർഫുൾ ഭാവനയിലൂടെ വൈബ്രേഷൻ പരത്തണം. കർമ്മത്തിലൂടെ കർമ്മയോഗി ഭവത്തിൻ്റെ വരദാനം കൊടുത്തുകൊണ്ടിരിക്കണം. ഓരോരോ ചുവടിലോ കോടികളുടെ സമ്പാദ്യം ശേഖരിക്കണം. അപ്പോഴാണ് നിരന്തര സേവാധാരി, അതായത് സർവീസേബൽ എന്ന് പറയാൻ സാധിക്കും. स्लोगन: अपनी रूहानी पर्सनालिटी को स्मृति में रखो तो मायाजित बन जाएंगे. നമ്മുടെ ആത്മീയ പേഴ്സണാലിറ്റിയെ സ്മൃതിയിൽ വയ്ക്കുക. അപ്പോൾ മായാജീതരാകാൻ സാധിക്കും. ഓം ശാന്തി. അപ്പോൾ ഇപ്പോൾ നമുക്ക് സേവ ചെയ്യാനുള്ളത് എന്താ? ഇപ്പോൾ എല്ലാവരും ഫ്രീ ആണല്ലോ. അപ്പോൾ എങ്ങനെ സേവ ചെയ്യാൻ? നമ്മുടെ ഓരോരോ സങ്കല്പത്തിലോ സമയത്തിലോ നമ്മുടെ ഭാവനയിലൂടെ കർമ്മത്തിലൂടെ നമുക്ക് സേവ ചെയ്യാൻ പറ്റും. മനസ്സാ സേവ നന്നായിട്ട് ചെയ്യാൻ പറ്റും. സദാസമയം കർമ്മയോഗീകരിക്കാൻ പറ്റും.
അതുകൊണ്ടാണ് നല്ല സമയമാണ് ബാബ നമുക്ക് തന്നിരിക്കുന്നത് ഈ സേവ ചെയ്യാൻ. അപ്പോൾ ഉറങ്ങുമ്പോൾ കൂടെ എങ്ങനെ വേണമെന്നോ ബാബ പറഞ്ഞ്, നമ്മുടെ മുഖം കാണുമ്പോൾ മറ്റുള്ളവർക്ക് ശാന്തിയുടെ ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാവണം. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മുഴുവൻ ദിവസം നമ്മുടെ കർമ്മം, സങ്കല്പം ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ഉറങ്ങുമ്പോൾ അതുണ്ടാവുള്ളൂ. വേണ്ടാത്തൊക്കെ കണ്ടിട്ട്, വേണ്ടാതൊക്കെ കേട്ട്, വേണ്ടാതൊക്കെ ചെയ്തിട്ട് ഉറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അതിൽ വൈബ്രേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് മുഴുവൻ ദിവസം നമ്മളതിനെ ശ്രദ്ധിക്കണം. ആവശ്യം. गाते हंसते हम तो चले